എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇനി എന്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടേക്കല്ലോ. ഞാൻ പറ്റില്ല എനിക്ക് കഴിക്കാൻ വേണ്ട. കോട്ട സിമ്പിളൊക്കെ ഒരു ഡ്രസ്സും ഇല്ല ഇടാൻ, ഒരു ഡ്രസ്സ് പോലും ഇല്ല. നോക്കുമ്പോ ഫുള്ള് ഡ്രസ്സായിരിക്കും. പിന്നെ എടുത്ത് ഞാൻ നേരത്തെ അടിച്ചോണ്ട് വീഡിയോ പാളി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പിൾ ചാലഞ്ച് കേട്ടോ, കപ്പിൾ റോസ്റ്റിങ്. നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. പിണക്കം അവസാനിപ്പിക്കുന്നത് ആരാണ് ഫസ്റ്റ്? ഞാനിവിടെ എപ്പോഴും പിണക്കം അവസാനിപ്പിക്കുക. ആള് പിണങ്ങിട്ട് എവിടെയെങ്കിലും പോയിരിക്കും. നമ്മളൊന്നും പറയാറൊന്നുമില്ല. നമ്മള് പിണങ്ങി കഴിഞ്ഞാൽ നമ്മളെന്നെ അവസാനം നമ്മളത് പോയിട്ട് ചുമ്മാ എനിക്ക് അവിടെ പോയി ഇങ്ങനെ ഫോണിൽ കണ്ടോണ്ടിരിക്കും. അപ്പൊ പിണക്കന്മാരുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യും, പിണക്കം മാറ്റിയിട്ട് ഞാൻ തന്നെ പിണക്കം മാറ്റില്ല. അപ്പൊ നമുക്ക് അടുത്തെടുക്കാം. അതെ, ആരാണ് ഏറ്റവും കൂടുതൽ സ്വയം പൊങ്ങി? സ്വയം പൊങ്ങിയൊന്നുമില്ല, അദ്ദേഹത്തിനാട്ടോ. ഇപ്പൊ ആരെങ്കിലും നമ്മള് കടയിൽ കസ്റ്റമറൊക്കെ വന്നേക്കുവാന്ന് വിചാരിച്ചു, അതാരാ നിക്കണേ? അപ്പൊ ഹസ്ബൻഡാന്ന് പറയല്ലോ. ഓ, ഞാൻ കരുതി ആങ്ങളെ ആയിരിക്കും. അപ്പത്തേക്കുണ്ടല്ലോ ടെറസിന്റെ മേലെ എത്തും പൊങ്ങിയിട്ട്. അപ്പത്തേക്ക് എപ്പോഴും പറയും, ഞാൻ സുന്ദരനും സുമുഖനും ആയിട്ട് എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടി. സിനിമ എപ്പോഴും പറയും സിനിമക്ക് വയസ്സായിട്ടോ ഇങ്ങനൊക്കെ പറയാറുണ്ട്. നമ്മൾ നമ്മളെ ബൂസ്റ്റ് ചെയ്യണ്ടേ? എന്നെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തോന്നല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയായത്. കമന്റ് ചെയ്യട്ടെ. അതെല്ലാരും പറയുന്ന കേസ്. എല്ലാവരും കല്യാണം കഴിഞ്ഞ കല്യാണത്തോണ്ട് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. ഇപ്പൊ വരുമ്പോ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെയായി. ഞാൻ നേരത്തെ ഫോട്ടോ എന്റെ ഇതില് കൊടുക്കാട്ടോ, അന്നിട്ട് കണ്ടിട്ട് പറയും. കൊടുക്കട്ടോ എന്റെ ഫോട്ടോ. സൂപ്പർ ഞാനല്ലേ ഗൈസ്. അടുത്തെടുക്കാട്ടോ. അടുത്ത് ഞാനാണേ. അടുത്തെന്താ വരുന്നോട്ടെ. അടുത്തത് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആരാണെന്നാണ്. റൊമാൻറ്റിക് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ തന്നെയാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും അതിന്റെ കാരണം പിന്നെ പറയാട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ഒക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ. അടുത്ത് പെട്ടെന്ന് പറഞ്ഞു പോകും. ആരാണ് കൂടുതൽ വായി നോക്കി? കൂടുതൽ വായി നോക്കാറില്ല ഗൈസ്. വായ നോക്കാറില്ല. നമ്മൾ ആരെങ്കിലും പെമ്പിളൊക്കെ പോകുമ്പോ സിമ്മള് പറയും കേട്ടോ, അത് നോക്കി സൂപ്പർ പോയി. നമ്മളെ വിളിച്ച് ഇപ്പൊ ഒന്നും നോക്കാല്ലോ. ഞാൻ പെൺപിള്ളേരെ മാത്രം നോക്കും. അത് നമ്മളെ എല്ലാ പെൺപിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് മുടി അതൊക്കെ നോക്കാറില്ലേ? അതുപോലെ തന്നെ ഞാൻ നോക്കാം. അപ്പൊ എന്നോട് നല്ലൊരു പെൺകുട്ടി പോകുന്നില്ലേ? ഇല്ല, ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് പോയി ഞാൻ പോണ വഴിക്ക് നല്ല പെൺകുട്ടീനെ കണ്ടിട്ടോ. എന്നെ കൊറേ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷെ മൈൻഡ് ചെയ്തില്ല. ഞാൻ സുന്ദരനായിട്ട് എന്നെ നോക്കി. ചുമ്മാ തമാശക്ക് പറഞ്ഞോ. അങ്ങനെയൊന്നുമില്ല. നമ്മള് എല്ലാരും പോകുമ്പോ ജസ്റ്റ് നോക്കില്ല, അങ്ങനെ നോക്കും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ വായനോട്ടം ഒരു കലയല്ലേ. അടുത്ത അടുത്ത് ഇപ്പൊ നീ അടുത്ത് നീ കേട്ടോ. അടുത്ത് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോമഡി പറയുന്നത് ആരാണ് എന്നാണ്. കോമഡി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും പറ്റില്ല. രണ്ടുപേരും ഓരോ പൊട്ടത്തരം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കും. പൊട്ടത്തരം പറയും കൂടുതൽ. അങ്ങനെയില്ല, ഞാൻ കോമഡി ഞാനൊക്കെ ഇടയ്ക്ക് കോമഡി ഒക്കെ പറയാറുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എന്തേലൊക്കെ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ടിരിക്കും. സമയം കൊണ്ടേ അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിരിക്കും. അത്ര തന്നെ. ആർക്കാണ് ഏറ്റവും കൂടുതൽ അടുക്കും ചിട്ടയും പിന്നെ വൃത്തി ക്ലീനിങ് അങ്ങനെയൊക്കെ വരും കേട്ടോ? അടുക്കും ചിട്ടയും ഏറ്റവും കൂടുതൽ അത് ഞാനാട്ടോ. സിമിയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്ലീനിങ് അടുക്കും ചിട്ട വൃത്തിയൊക്കെ ആയിട്ട് സെറ്റാക്കി എല്ലാവരെയും സെറ്റാക്കി വെക്കുന്ന സിമിയാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ ജസ്റ്റ് ഇട്ടിട്ട് പോകും. ആള് പിന്നെ പിന്നാലെ വന്നിട്ട് എന്ത് ചെയ്യാൻ വെച്ചിട്ട് അത് അങ്ങനെ സെറ്റാക്കി വെക്കും. പറയട്ടോ, നല്ല പറയും.
ഞാൻ അടുക്കിച്ചിട്ടില്ലാന്നില്ല, ചിലപ്പോ ജസ്റ്റ് ഒന്നും 2 കാര്യങ്ങളൊക്കെ ചിലപ്പോ എന്ത് നമ്മൾ ഇട്ട് പോകും. അപ്പൊ ആളെ സെറ്റാക്കി റെഡിയാക്കി വെക്കും. ബെഡിലേക്ക് ഇങ്ങനെ തോർത്തിട്ടിട്ട് പോകും, മേശപ്പുറത്ത് ഇങ്ങനെ തുണി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ തോർത്ത് വെക്കും. എനിക്ക് അതൊക്കെ ദേഷ്യം. ജസ്റ്റ് ഫോർഗോട്ടിട്ട് മറന്നു പോകാം. അടുത്ത ഞാൻ എടുക്കട്ടാ. അടുത്തത് ഞാൻ എന്താണ് വന്നിരിക്കുന്നത്? ഓ സീന്. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉറക്കം? ഇത് ഞാൻ പറയാം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ പറ്റി. അപ്പോഴാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് മനസ്സിലായി തോന്നുന്നു. അപ്പൊ നേരത്തെ എഴുന്നേറ്റു. ഞാന് 5:45 ആയപ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് ഉറങ്ങണ ഞാൻ ചെന്ന് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ വന്നിട്ട് അടുക്കള കുറച്ച് പണിയൊക്കെ ആയിട്ട് നിന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് സമയം കാണിച്ചിട്ട് വന്ന് വിളിച്ചു. അപ്പോഴേക്ക് എഴുന്നേറ്റു. അല്ലെങ്കിൽ ഞാൻ ഒരു 300 തവണ ചെല്ലണം എഴുന്നേക്കാനായിട്ട്. എഴുന്നേക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 8:45 ആകുമ്പോഴത്തേക്ക് ഷോപ്പ് ഇറങ്ങണം. അപ്പത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു 8:15 പിന്നെ ആണെങ്കിൽ പല്ല് തേച്ച് ചായ കുടിക്കാൻ ഒരു 8:30 വരെ ഇരിക്കും. പിന്നെ ഒരു ബാത്റൂമിൽ കയറ്റ്, അതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്. പിന്നെ കുളിക്കാൻ കയറുവാന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണ വെച്ചിട്ട് തോർത്തെടുത്തിട്ട് അതുവഴി ഇതുവഴി ഇങ്ങനെ പൂച്ചേനെയും കളിപ്പിച്ച് നായനെയും കളിപ്പിച്ച് ഇങ്ങനെ നടക്കും. എന്നിട്ട് കുളിക്കാൻ കയറുമ്പോഴത്തേക്ക് 8:55 ആകും. പിന്നെ 5 വേഗം 3 മിനിറ്റിനുള്ളിൽ കുളി കഴിയും. ഉറങ്ങുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉറക്കമുള്ളതാണ് മെയിൻ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ കുറേ ടൈം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ ഉറങ്ങാം. പിന്നെ ആളെ വീഡിയോ എടുക്കാനും എനിക്ക് അറിയില്ല കേട്ടോ. എന്തോ കഴിച്ചപ്പോ അങ്ങനെ നേരത്തെ അടിച്ചു. പിന്നെ നോക്കിയപ്പോ എന്താ ആള് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കണം. പിന്നെ എടുത്ത് ഞാൻ നേരത്തെ അടിച്ചോണ്ട് വീഡിയോ നൈസായിട്ട് ആളിപ്പോയി. ഇനിയിപ്പോ ആള് നോക്കിയിരിക്കുന്നുണ്ട് ഞാൻ എന്താ ലേറ്റ് ആയിട്ട് എണീക്കുന്നത്. ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് സമയം കിട്ടിയില്ല. നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി ഇങ്ങനെ ഇരിക്കണം. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഡ്രസ് ഉള്ളത് അല്ലെങ്കിൽ ഡ്രസ് സെൻസ് ഉള്ളത്? ഏറ്റവും കൂടുതൽ ഡ്രസ് ഉള്ളത് നമ്പർ 1 സിമി. ഏറ്റവും കൂടുതൽ ഡ്രസ് ഉള്ളത്. ഡ്രസ് ഇല്ലാത്തവരാരാ ഉള്ളത്? അത് ശരിയാ, ലേഡീസാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്. നമ്മള് മറ്റേ ഞാൻ വീട്ടിലൊക്കെ അങ്ങനെ അമ്മ പറയുമ്പോ പറയാറുണ്ട്, അലമാറ ഒരു ഡ്രസ്സും ഇല്ല ഇടാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ല. നോക്കുമ്പോ ഫുള്ള് ഡ്രസ്സായിരിക്കും, എല്ലാം പഴയതാണ്, പുതിയൊരു ഡ്രസ്സില്ല. അത് നിങ്ങളുടേത് എല്ലാവരും വീട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ സത്യമാണോ അല്ലേ? കമന്റ് ഇടുക. കമന്റ് ഇട്ട് നമുക്ക് അറിയാലോ. ലേഡീസ് അല്ലേ ഏറ്റവും കൂടുതൽ. നമ്മളിപ്പോ ഞാൻ ജെൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് ഒരു പാന്റ് ഒരു ഷർട്ട് ഇട്ട് നമ്മള് ഇപ്പൊ ഒരു 3-4 പരിപാടിക്ക് പോകും. എന്റെ കൂടെ കൂടിയിട്ട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. നാളെ ഞാൻ എവിടെ ഞാൻ എന്തിടും അപ്പൊ ഞാൻ ഇതിട് അതിട് ഞാൻ പറഞ്ഞു. ലേഡീസ് ഇപ്പൊ ഓരോരോ പരിപാടിക്ക് ഓരോരോ ഡ്രസ്സാണ് ലേഡീസിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ നോർമൽ ലേഡീസിന്റെ ഡ്രസ്സ് കൂടുതൽ തന്നെയാണ്. എന്നാലും നമ്മള് പറഞ്ഞു വരുമ്പോൾ ആൾക്കാരുടെ ഡ്രസ്സ് കൂടുതൽ, നമുക്ക് ഡ്രസ്സ് കുറവ്. നമ്മൾ തന്നെ അവരുടെ ഡ്രസ്സ് എടുത്ത് 2-3 പരിപാടിക്ക് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അത് ബോയ്സിന് അറിയാം എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അടുത്തിന് ഞാൻ എടുക്കാം. അടുത്ത പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ വേണ്ട. ഓ ആരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അതിന് കഴിക്കാതിരിക്കലും എല്ലാം വരും കേട്ടോ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും അങ്ങനെ കണക്കാട്ടോ. ഇപ്പൊ എനിക്കെന്താ പുറത്തുനിന്ന് ഇത് കഴിച്ചാലോ എന്നാ ശരി എന്നാ ചേട്ടാ നമുക്ക് ഇന്ന് ഇത് കഴിച്ചാലോ ഞാൻ ഓക്കെ. പക്ഷെ എനിക്കത് ഇഷ്ടമുള്ളതായിരിക്കണം ഫുഡ്, അങ്ങനെയുള്ളൂ. ഒരു സംഭവം ഉണ്ടായി കേസ് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഇങ്ങനെ ഒരു പാലക്കാടിന് പോയിട്ട് തിരിച്ചു വരിക. അപ്പൊ ഞങ്ങള് വിശന്നു. ഞങ്ങൾ കടയുടെ പേര് ലൊക്കേഷൻ ഒന്നും പറയുന്നില്ല. അപ്പൊ ഞങ്ങള് പറഞ്ഞു ശരി നമുക്കൊരു ബിരിയാണി കഴിക്കാം അല്ലെ, ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞു. ഫ്രൈഡ് റൈസ് കഴിക്കാന്ന് പറഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ശരി നമ്മളൊരു ആളുകൾ പറഞ്ഞു ചെറിയ കടയിൽ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെറിയ കടന്ന് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾ കടയിൽ കയറി ഗൈസ്. അയ്യോ ബിരിയാണി കഴിച്ചത് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നില്ല, ബിരിയാണി ഉണ്ടായിരുന്നു. കഴിച്ച് ബിരിയാണി ഒരു 5 പൈസക്കില്ല. പിന്നെ എന്നിട്ട് ഞാൻ എപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയവർ ഞാൻ കളിയാക്കും, ചെറിയ കടയിൽ നമ്മൾ ടേസ്റ്റ് വിടും. ഇടയ്ക്ക് നിങ്ങൾ ആ കട കാണുമ്പോൾ ഞങ്ങൾ വയ്ക്കുമ്പോൾ കട കാണുമ്പോൾ പറയും ചെറിയ കടയിൽ നമ്മളെ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് പറയാറുണ്ട്.
അപ്പൊ നമ്മള് എന്ത് ചെറിയ കടയെന്ന് ഉദ്ദേശിച്ചു നമ്മള് തട്ടുകടയൊക്കെ കാണാറില്ലേ വൈകിട്ട് അവിടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ കടയാകുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അന്ന് അവിടെ പോയിട്ട് പിന്നീട് ഒരു ചെറിയ കട നിർത്തിയിട്ടില്ല. പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന കടയിൽ തന്നെ അങ്ങനെ പോയിട്ടാണ്. ഇപ്പൊ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മള് കഴിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു കട ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അവിടെ അങ്ങനെ കയറിയിട്ട് അങ്ങനെ കയറി കഴിക്കും. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ കഴിക്കാൻ ഏറ്റവും നല്ല മടിയുള്ളത് വെളുക്കാണ്. അത് ഭക്ഷണം കഴിക്കുകയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കഴിച്ചിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കും. ഭക്ഷണം ഇപ്പൊ ഞാൻ കഴിക്കും കേട്ടോ. ഇപ്പൊ നല്ല വിശപ്പാണ്. ആസ്വദിച്ചൊന്നും കഴിക്കില്ല. കഴിക്കാറില്ലെങ്കിലും കഴിക്കും. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും കുഴപ്പമില്ല, ഒരേപോലെയാണ്. ഇപ്പൊ കുറച്ച് മടിയുണ്ട്. ഇഷ്ടപ്പെടാത്ത ഫുഡാണെങ്കിൽ എനിക്ക് മടിയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. അത് ചെയ്യാം. ഇനി അടുത്തേക്ക് പോലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എവിടെയെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പറയണം. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാരാണ്? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജസ്റ്റ് നമ്പർ 2 സിമോളെ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സിമിയാണ്. ഞാന് സംസാരം ഏറ്റവും കുറവാണ്. ഞാൻ പറഞ്ഞു സൈലന്റ്, ഭയങ്കര സൈലന്റ് കില്ലർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം അങ്ങനെ മറുപടി സൈലന്റ് കില്ലർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോഴാണ് കുറച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. നമ്മൾ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറയും, അല്ലാണ്ട് ഒരു കാര്യം പറയില്ല. ഞാൻ ഇങ്ങനെ അലച്ചോണ് കൊറേ കഥ പറയാറില്ല. എത്ര അടിച്ചാലും ഭയടയില്ല. ഇങ്ങനെ അറിയില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണ്ടാവും. ആൾക്ക് എങ്ങനെ എത്ര നേരം സംസാരിക്കാൻ പറ്റാതെ സംസാരിക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കര സൈലന്റ് ആണ്. ഇപ്പൊ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ കുറച്ചും കൂടി എന്ത് ചെയ്യാം, കുറച്ചുകൂടി സംസാരിച്ച്. പക്ഷെ നമ്മുടെ ഞാനിവിടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ സൈക്കോളജി പ്രകാരം കൂടുതൽ സംസാരിക്കുന്ന പെൺകുട്ടിയും കുറവ് സംസാരിക്കുന്ന ആൺകുട്ടിയും തമ്മിലുള്ള റിലേഷനാണ്. മീൻസ് ഭാര്യ ഭർത്താവ് ബന്ധമാണ് കുറച്ച് അടിപൊളി എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അഭിപ്രായം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. നമ്മൾ അടുത്ത വീഡിയോസ് എന്തെങ്കിലും ചെയ്യേണ്ടത് റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്തത് നോക്കാം. അടുത്തത് ഫേമസ് ആണ്. ആരാണ് ഏറ്റവും കൂടുതൽ ഫോണ് ഉപയോഗിക്കുന്നത്? അത് ഞാൻ തന്നെയാണ്. ഞാൻ പറയാട്ടോ. അത് ഫോണെന്ന് പറഞ്ഞ 24 മണിക്കൂർ ഫോൺ. ഫോൺ യൂസ് ചെയ്യാം ഒരു ദിവസം 24 മണിക്കൂർ. ഞാൻ പറയാം, ബാത്റൂമിൽ കയറുന്ന ടൈം, വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് വരുന്ന ഒരു 5 മിനിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 5 മിനിറ്റ്, ഉറങ്ങുന്ന ഒരു 10 മണിക്കൂർ. 10 മണിക്കൂർ എങ്കിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ അത്ര ഒഴിച്ച് ബാക്കി ഫുൾ ടൈം ഫോണിലായിരിക്കും. ഒന്നും സംസാരിക്കില്ല. അതാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനായിട്ട് എനിക്ക് ഗ്യാപ്പ് തരാറില്ല. ഫോണിൽ കളിയാണ് എപ്പോഴും. എന്നാലും ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യണ്ടേ? എല്ലാരും അങ്ങനെയല്ലേ? ഇത് അങ്ങനെയൊന്നും അല്ല. 24 മണിക്കൂർ ഷോപ്പിൽ വന്ന് രാവിലെ തൊട്ട് 9 മണി തൊട്ട് 9 മണി വരെ എന്നാ ഞാൻ കൂടെ ഉണ്ട്. പക്ഷെ ആ ഫുൾ ടൈം ഫോണിൽ കളിയാണ്. കഴിക്കാനിരുന്നാലും ഫോണിൽ വീഡിയോ കണ്ടോണ്ടിരിക്കും. അത് ഈ 2 ദിവസമായിട്ടാണ് ഇപ്പൊ ഈ 2 ദിവസമായിട്ടാണ് യൂട്യൂബ് ചാനലിന്റെ വീണ്ടും അങ്ങോട്ട് ഇതായത്. അല്ലെങ്കിൽ ആ ചുമ്മാ ഇരിക്കുന്ന സമയം ഗെയിം കളിക്കും. ഇപ്പൊ ഏട്ടന്റെ ഫോൺ കുത്തിട്ടൊക്കെ എന്റെ ഫോൺ വന്ന് എടുത്തിട്ട് വന്നിട്ട് ഗെയിം കളിക്കും. ഞാൻ ഗെയിം കളിക്കാറെന്ന് വെച്ചാൽ ഏട്ടൻ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ മാത്രമേ ഞാൻ ഗെയിം കളിക്കാറുള്ളൂ. അങ്ങനെ ഞാൻ പഠിക്കാനുണ്ടെങ്കിൽ എന്ത് പരിപാടിയാണെങ്കിലും ഫുള്ള് ഫോണിൽ തന്നെ ആയതുകൊണ്ട് നോട്ട്സ് ഒക്കെ ആയാലും ഫുള്ള് പഠിക്കാറുണ്ട്. അങ്ങനെ അല്ല, കുറച്ചുകൂടെ നമ്മൾ PSC ഇങ്ങനെ ട്രൈ ചെയ്ത് ജസ്റ്റ് ഫോണിൽ തന്നെ ക്ലാസ്സൊക്കെ കാണാറുണ്ട്. അത് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ക്ലാസ്സും അതിന് നോട്ട്സൊക്കെ മൊത്തം ഇപ്പോൾ ഈയിടെയായിട്ടോ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് മൊത്തം എന്ത് ചെയ്യുക, ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫോണിൽ കളിക്കും, ആ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ വീഡിയോസ് എന്തെങ്കിലും കാണും. അപ്പോൾ അങ്ങനെ അത്ര അല്ലേ, അല്ലാണ്ട് വേറെ ഒന്നും. പിന്നെ കടറുള്ള കാര്യം ഡീറ്റെയിൽസ് മൊത്തം എല്ലാവരും ഫോണിൽ തന്നെയാണ്. അങ്ങനെ ഫോൺ എപ്പോഴും കയ്യിലുണ്ടാവും. ഫ്രീ ഫയർ ഇപ്പോൾ കളിക്കാറില്ല. മുന്നേ ഞങ്ങൾ കളിച്ചിരുന്നു. ഇല്ല, ഈ ഒരാഴ്ച മുന്നേ കളിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ നിർത്തി. ഇപ്പോൾ ഒരാഴ്ച മുന്നല്ല, ഞാൻ കളി അങ്ങനെ ഇല്ല. എപ്പോഴേലും ചില സമയത്ത് ഈ കടന്ന കാര്യങ്ങൾ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടേ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ സ്ഥലത്തിരാകുന്നിരിക്കും. എന്താ ചെയ്യാം, അടുത്ത് എന്ത് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ എന്ത് ചെയ്യും, ഫോൺ എടുത്തിട്ട് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തിട്ട്
തോക്കോട്ട് പോയി ആ എരുമീനായിട്ട് കൊന്നു കഴിഞ്ഞാൽ ഓ കുറച്ച് സമാധാനം. അപ്പൊ എനിക്ക് സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒക്കെ ഞാനും അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കും. ആളുടെ സമാധാനം കൊണ്ട് എന്നെ പറയും, ഞാൻ എന്റെ സമാധാനത്തിന് വേണ്ടി എന്റെ ടെൻഷൻ കുറക്കണ്ടേ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ഫോണുണ്ട് ഫോണിൽ. പക്ഷെ എന്ത് കേട്ടാലും കുഴപ്പമില്ല കേട്ടോ, എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും, ഒന്നും വേണ്ടില്ല. എന്താ വെറുതെ നമ്മള് പണ്ടെന്താ കാര്യമൊന്നുമില്ല. ഈ ചെവിക്കിട കിട്ടിട്ട് ഈ ചെവിക്കിട അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളെല്ലാ കാര്യത്തിനും ഇപ്പോ ഒരു വഴക്കിടാൻ പോയാലും അല്ലെങ്കിൽ എന്തായാലും വഴക്കിടാൻ രീതിയിലൊന്നും ഞാൻ പറയാറില്ല. മീൻസ് എന്തായാലും നമ്മളിങ്ങനെ ശരിക്കും ഞാൻ പാവാണ്. ഇത് ഇതാ കഥയില്ലല്ലോ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ എല്ലാ ഫോണില് അതുകൊണ്ടാണ്, അല്ലാണ്ടൊന്നുമല്ല. പുതിയ ക്വസ്റ്റ്യൻ, ഇതിൽ ആരാണ് ഏറ്റവും അങ്ങനെ പാവം? അല്ലല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും പറയാനില്ല. ഞാൻ ഒരു മൂലയ്ക്ക് വേറെ സ്ഥലത്തൊക്കെ പറയാൻ തുടങ്ങി പിന്നെ ഭയങ്കര ഇതായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയാനില്ല. ഞാൻ പാവട്ടോ, എന്റെ നേരത്തെ സ്വഭാവത്തിന് വെച്ചാണ്ടല്ലോ ഞാൻ ഇതിനൊക്കെ ടെററായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പഞ്ചപാവായി ഗൈസ്. ആരോട് കൂടിയിട്ട്? എന്റെ കൂടെ കൂടിയിട്ട് അല്ലേ? എന്റെ കൂടെ കൂടിയിട്ട് നമ്മളെ മറ്റേ ചന്ദ്രൻ മണക്ക് പറഞ്ഞ പോലെ ആള് നമ്മുടെ കൂടെ വന്നപ്പോ നമ്മുടെ കുറച്ച് സ്വഭാവമൊക്കെ ഉണ്ടാവില്ല. അതില്ല വെറുതെ പാവം. ഞാൻ പിന്നെ എല്ലാരും പാവം തന്നെയാണ്. പിന്നെ ചില സമയത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പൊ നിങ്ങള് വീഡിയോസ് കാണുന്ന ആൾക്കാർ ഇങ്ങനെ ഇഷ്ടംപോലെ നല്ല ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ്. പിന്നെ ചില സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് എല്ലാവരും ഓരോരോ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ. അടുത്ത് ഞാൻ എടുത്തില്ല പോയി. അടുത്ത് നീ എടുത്തേ എന്ന് മൊത്തെടുക്കുന്നത്. ഓക്കെ, അടുത്തത് കിട്ടുന്ന സാധനം മേക്കപ്പ് ചെയ്യാൻ താമസം. എവിടെ സിമിയുടെ സാധനം? എവിടെ സിമിയുടെ? പൊതുവെ ലേഡീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ അതെന്തായാലും പറയുന്നുണ്ട്. ഓക്കെ, പറയുമ്പോ മേക്കപ്പ് ഞാൻ എന്താ ചെയ്യണേന്ന് പറയും. ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പൗഡർ ഇടും, കണ്ണെഴുതും, സിന്ദൂരം വെക്കും. ഇതാണ് മേക്കപ്പ്. കണ്ണ് ഐലൈനർ വെച്ച് എഴുതാം, അല്ലെങ്കിൽ കണ്ണ് ഇത്രേ ചെയ്യാറുള്ളൂ. അതെന്താന്ന് വെച്ചാലേ കുളിച്ചിട്ട് വരാനും അതിനൊക്കെ താമസം എടുക്കുക. ആ നേരത്തുള്ളിൽ ഞാൻ റെഡിയാകും. പക്ഷെ ഞാനാ ഫസ്റ്റ് റെഡി ആയി കഴിയണേ. അന്നേരത്തേക്ക് ഞാൻ എല്ലാം ചെയ്തു വെക്കും. ഡ്രസ്സ് എടുത്ത് വെക്കും, എല്ലാം എടുത്ത് വെക്കാറുണ്ട്. മേക്കപ്പ് മേക്കപ്പ് ചെയ്യില്ല, ഒന്നും മുടി കഴിഞ്ഞു. പക്ഷെ ഞാനായിരിക്കും ഫസ്റ്റ് റെഡി ആയിട്ട് ഇങ്ങനെ ഏട്ടനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഏട്ടൻ അത്ര നേരം ഡിലേ ആണ്. അപ്പത്തേക്ക് ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ക്ലിപ്പ് ഇടും. ഇപ്പൊ ഷോപ്പിൽ ആരും അങ്ങനെ ഇല്ലല്ലോ, വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ജസ്റ്റ് പൗഡർ ഇടും, കണ്ണിടും. ചില സമയത്ത് കണ്ണൊന്നും എഴുതാതെ ജസ്റ്റ് ഇങ്ങനെ വരും. മേക്കപ്പ് ഞാൻ ഒന്ന് ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടില്ല, ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തില്ല. പക്ഷേ അങ്ങനെ പൊതുവെ നമ്മള് പറയണല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. പൗഡർ മാത്രം ഇടും, ജസ്റ്റ് ഐലൈനർ എഴുതും, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്ന മേക്കപ്പ് ചെയ്യുന്ന ചേട്ടനുണ്ട്. ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം? ഇതാണ് മെയിൻ ദേഷ്യം. അതെന്താന്ന് വെച്ചാൽ 24 മണിക്കൂറും ഫോണ് അതായത് അങ്ങനെയൊക്കെ നിൽക്കും. പിന്നെ വൈകി എഴുന്നേക്കും. അപ്പൊ ഷോപ്പിൽ വരാനായിട്ട് ഞാൻ എല്ലാം ചെയ്ത് ഇടാനുള്ള ഡ്രസ്സ് വരെ എടുത്തു കൊടുക്കും. എന്നിട്ട് വന്നിട്ട് അതെന്തിയാ ഇതെന്തിയാ ചോദിക്കും. അപ്പൊ നമുക്ക് ദേഷ്യം വരും. അങ്ങ് പിന്നെ ഒന്നും ചെയ്യാറില്ല. സ്വന്തമായിട്ട് കല്യാണത്തിന് മുന്നേക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഒന്നുവേ ഞാൻ ചെയ്യിപ്പിക്കാറില്ല. അതാണ് ആർക്കും ദേഷ്യം ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. എല്ലാവർക്കും ദേഷ്യം ഉണ്ടല്ലോ. ആളുടെ ദേഷ്യം പിന്നെ പിടിച്ചാ കിട്ടുന്നത്. ഞാൻ അന്നത്തെ ദേഷ്യം അന്നേ തന്നെ തീർന്നു. ഞാൻ ദേഷ്യപ്പെടാറില്ല, അതാണ് സംഭവം. ആള് മനസ്സിൽ വെച്ച് പെരുമാറും. ദേഷ്യം മനസ്സിൽ അടക്കി പിടിക്കും. ഞാൻ ദേഷ്യം നമുക്ക് മാക്സിമം ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്, അതാണ് സംഭവം. അല്ലാണ്ട് ദേഷ്യം മനസ്സിൽ വെച്ച് പെരുമാറാറൊന്നുമില്ല. അവസാനം ഞാൻ ഒരു വഴിയില്ലെങ്കിൽ മാത്രം എന്തെങ്കിലും പറയും. പിന്നെ അത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയല്ലോ. അപ്പൊ അതിന്റെ ബാക്കി അതിന്റെ പുറകെ ബാക്കിയുള്ള ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് നടന്നോളൂ. അപ്പോ ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാം അല്ലേ?
എല്ലാം എനിക്ക് ഓ അതിന്റെ ദേശത്തിന് ബാക്കിയായിട്ടുള്ളതാണ്. ഓ അടിപൊളി സാധനം. ആരാണ് ഏറ്റവും കൂടുതൽ കരച്ചിൽ ഉള്ളത്? കരച്ചിലുള്ളത് ഇപ്പോൾ നമ്മളെ ദേശത്തിന് പിന്നാലെ വരാമല്ലോ. ഇതായിരിക്കും കൂടുതൽ. ആരെ കളിച്ചു? നിന്റെ പേരല്ലേ കളിച്ച്? ഞാൻ ഒന്നും പറയാറില്ല. പക്ഷെ നമ്മൾ ഒരു വഴിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആള് കരച്ചിലാണ്. ഇതിലെവിടെയും പോയിരിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ പിന്നാലെ പോയിട്ട് നമ്മള് എന്താണ് ആ സാധനം എടുത്തിട്ട് അതൊക്കെ ചെയ്ത് എനിക്ക് ഇതുകൊണ്ട് ഞാൻ ഒന്നും പറയട്ടെ. എനിക്ക് ആരോട് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെടാൻ ഇങ്ങനെ അവസ്ഥയാണ്. അത് കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, ദേഷ്യപ്പെടാതെ അങ്ങനെ ഇത് ഒഴിവാക്കി വിടും. എന്തെങ്കിലും പറഞ്ഞാലും പിന്നെ അല്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. പിന്നെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് കാണാതെ അതുകൊണ്ട് അങ്ങനെ വലിയതായിട്ട് അങ്ങനെ ഒരു ഇത് കൊടുക്കാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തട്ടിമുട്ടി പോകുന്നു മാത്രം. അടുത്തെടുക്കുന്ന ആർക്കാണ് ഏറ്റവും കൂടുതൽ വാശി? ഇതാട്ടോ ഏറ്റവും കൂടുതൽ വാശി സിനിക്കാണ്. ഏറ്റവും കൂടുതൽ വാശിയുടെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാത്തിയാണ്. വാശി ചിലപ്പോൾ കണ്ടുപിടിച്ചത് സിംബോളാണെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് എനിക്ക്. സിനിമയിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ വലിയ കാര്യമൊക്കെയാണ് പോട്ടെ. ഇത് ചിലപ്പോൾ നമ്മള് പൊതുവെ പെമ്പിളെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ആള് ചെറിയ കാര്യങ്ങൾ കുഞ്ഞു കാര്യമൊക്കെ ആയിരിക്കും, അതിനൊക്കെ ആയിരിക്കും വാശി. നമ്മൾക്ക് മനസ്സിൽ പോലും നമ്മൾ മനസ്സിലൊക്കെ വിചാരിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒന്നും ഉദ്ദേശം ഉണ്ടാവില്ല, ഒന്നും പറഞ്ഞായിരിക്കില്ല. ചിലപ്പോ എന്താ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാവുള്ളൂ. ഇന്നലെ തന്നെ യൂട്യൂബ് ചാനലിന്റെ കാര്യത്തിൽ ഞാനാണെങ്കിൽ ഞാൻ എന്റെ അത്ര നേരം ഫോണിൽ കളിക്കുന്ന ആളെ. ഞാൻ ഇന്ന് ജസ്റ്റ് ഫോൺ എടുത്തപ്പോഴത്തേക്ക് സ്മോക്ക് ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ വീഡിയോസ് എടുക്കാൻ, നീ കാണണോ വേറൊരു യൂട്യൂബ് ചാനൽ പൊട്ടിയത്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇനി എന്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടേക്കല്ലോ, ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പിന്നെ മാറിയിരുന്നു. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തണുപ്പിച്ചിട്ട് പോന്നു. ഞാൻ ഇനി എന്റെ വീഡിയോസ് യൂട്യൂബിൽ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോ എന്റെ കാര്യമാണോ അറിയില്ല, ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയുന്നത് നമുക്ക് വിഷമമായിരിക്കും. അതുപോലെയാണ് സംസാരം. എന്നാ ആൾക്ക് ഫീൽ ആകും എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല. ഞാനങ്ങനെ സംഭവമില്ല. ശരിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാ വാശി ഇങ്ങനെ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ ഇവൾ തന്നെയാണ്. അതിപ്പോ ഇന്നത്തെ കാര്യമൊക്കെ അതല്ലാണ്ട് അല്ലാണ്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കാറുണ്ട്. അതെന്താ ഫുഡിന്റെ മുട്ടായി ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പൊ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കാറില്ല. അത് വാങ്ങിച്ചു തരാറുണ്ട് വാശി പിടിക്കുമ്പോ. ചെറിയ പിള്ളേർ കൊണ്ടിറക്കുകയാണ് ഗൈസ്. അതുപോലെ തന്നെ അതിന്റെ അടുത്ത മാക്സിമം വാശിയൊന്നും പിടിക്കാറില്ല. വാശി ഇല്ല എന്നാണ് അല്ലേ? വാശിയുണ്ടോ? ഇടയ്ക്ക് അങ്ങനൊന്നും ഇല്ല, എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ എനിക്ക് തോന്നിട്ടൊന്നുമില്ല. എന്നാലും കാണുമായിരിക്കും. വാശി പിടിച്ചിട്ട് കാര്യമില്ല. അതാണ് നമ്മള് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ മൈൻഡ് കേട്ടോ. ആരാണ് ഏറ്റവും കൂടുതൽ കെയറിങ്? സിമോണാട്ടോ കെയറിങ്. ഞാന് കെയറിങ് ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാ ഈ ആളിപ്പോ നേരത്തെ ഇപ്പൊ ഒരു കെയറിങ് ചെയ്യാറില്ല, ഒന്നും നോക്കാറേ ഇല്ല. അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ? ഒന്നും ശരിയാ, സത്യം പറഞ്ഞ ഗൈസ് ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ ഈ ഫോണിൽ കളി കാരണം കെയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഈ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ മുക്കാൽ കാര്യങ്ങൾ ഞാനാണ് ചെയ്തത്. എല്ലാത്തിനും ഓടി നടന്നത്. ആള് ജോലിക്ക് പോകുമായിരുന്നു, ഞാനാ വീട്ടിൽ നിന്ന് എല്ലാത്തിനും ഓടി നടന്നത്. ലൈസൻസ്, എല്ലാത്തിന്റെ രജിസ്ട്രേഷൻ, മറ്റേ എല്ലാ കാര്യത്തിനും ഞാനാണ് ഓടി നടന്നത്. അത് മാത്രം ആളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഒപ്പത്തിനൊപ്പം. കുറച്ച് അതിന്റെ ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ടെൻഷനാണ് ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ നമ്മൾ ചെറിയ ഒന്ന് രണ്ട് അപാകതകളൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട അവസ്ഥയിൽ വന്നത്.
പിന്നെ കെയറിങ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരു 6-7 മാസം വരെ തലകറക്കൻ തലവേദന എന്ന് പറഞ്ഞ ആശുപത്രി കേറി അപ്പോഴത്തെ കെയറിങ്ങിന്റെ കാര്യം ശ്വാസം വിടാൻ സമയം തരത്തില്ലായിരുന്നു. അപ്പൊ എല്ലാം കണ്ണിനെണ്ണ വെച്ചിട്ട് കാത്തിരിക്കാന്നൊക്കെ പറയില്ലേ, നോക്കി അന്നേരം പൊന്നു പോലെയായിരുന്നു. താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തല വെച്ച പേനരിക്കും, ചെറിയ വേദനിച്ചാലോ താഴെ ചെറിയ ചെറിയ ഉറുമ്പരിച്ചാലോ അതുകൊണ്ട് നമ്മൾ അമ്മത്തെ സമയത്ത് നോക്കണ്ടേ. ഇപ്പൊ ഏകദേശം സെറ്റായി. അപ്പൊ അങ്ങനെ നോർമലി നമ്മളെ കാര്യങ്ങൾ ഓർമ്മിക്കാതെ അങ്ങനെ നോർമലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതങ്ങനെ ബോധർ ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് കെയർ ചെയ്യാൻ ഓവർ കെയറിങ് ആയിരുന്നു. അത് ആവശ്യ സമയത്ത് നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ, അറിഞ്ഞ് പെരുമാറണമല്ലോ. അതാണ്. അടുത്ത് കഴിഞ്ഞാ ഓക്കെ ഗായ്സ്. അപ്പോ ഇന്നത്തെ റോസ്റ്റിംഗ് യുദ്ധം അല്ലേ തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ താഴെ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മളൊരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോ ഉണ്ടല്ലേ, അതുണ്ട്. പിന്നെ നമ്മുടെ മാരേജ് ട്രിപ്പല്ല. ഇന്നലെ അവള് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ട്രിപ്പാണോ പോകണേ. ശരിക്കും എന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവള് പറയാ നിങ്ങൾ ട്രിപ്പാണോ പോകുന്നതെന്ന്. പറഞ്ഞതിൽ മിസ്റ്റേക്ക്. ട്രിപ്പ് പോലെ ഒരു യാത്ര വീട്ടിലേക്ക് പോകുന്ന ഒരു ട്രിപ്പാണോ ഗൈസ്? നിങ്ങൾ പറയും. ട്രിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ട്രിപ്പാണ് സംഭവം. കാരണം നമ്മൾ പാലക്കാട് നിന്ന് ആരെങ്കിലും പോവാന്ന് പറഞ്ഞാൽ അതൊരു ട്രിപ്പ് പോലെയാണ്. അവിടെ ട്രിപ്പ് പോകാൻ നമുക്ക് സെപ്പറേറ്റ് വ്ലോഗിലാണ്. പക്ഷെ നമ്മള് സ്വന്തം വീടുകളിൽ പോകുമ്പോൾ ട്രിപ്പ് എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ട്രിപ്പ് പോലെയാണ്. നമ്മളെല്ലാം യാത്രയെല്ലാം ആസ്വദിക്കണം. അതിനാണ് നമ്മൾ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പോൾ പിന്നെ നമ്മള് ഇപ്പൊ 1.5 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. പിന്നെന്താണ് കുറച്ച് ഇപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജിൻ്റെ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോസ് വരാനുണ്ട്. വീഡിയോസ് വരണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കാര്യങ്ങൾ വരാനുണ്ട്. പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? പിന്നെ ഞങ്ങൾ കട ഷോപ്പിന്റെ എങ്ങനെയാണ് തുടങ്ങിയത് അതിന്റെ A to Z കാര്യങ്ങളുടെ ഒരു വീഡിയോ വരാനുണ്ട്. പിന്നെ അവിടെ ഓപ്പണിങ്ങിന്റെ ഒരു വീഡിയോ വരാനുണ്ട്. ഈ വീഡിയോ ഒക്കെ നമ്മൾ എന്ത് വൈകാതെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.